ശ്രദ്ധിക്കുക, കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് 6 മൈലിലെ ഓമാസ് ഹോട്ടലിലെ കക്കൂസ് ടാങ്ക്, മാലിന്യ ടാങ്ക്, ഭക്ഷണം പാകം ചെയ്യുന്ന കുടിവെള്ള ടാങ്ക് എല്ലാം ഒരുമിച്ച്. കൂത്തുപറമ്പ് ഒമാസ് റെസ്റ്റോറൻറ്റിലെ കക്കൂസ് ടാങ്കും കുടിവെള്ള ടാങ്കും ഒന്ന് എന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണമാണ് നമ്മൾ കണ്ടത്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? ഇതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. കക്കൂസ് ടാങ്കും കുടിവെള്ള ടാങ്കും ഒന്നായ ഒരു ഹോട്ടൽ തുറന്നു പ്രവർത്തിപ്പിക്കാൻ നമ്മുടെ അധികൃതർ അനുവദിക്കുമോ? ഇതായിരുന്നു ഞങ്ങളുടെ സംശയം. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ 6 മൈലിലെ ഒമാസ് റെസ്റ്റോറൻറ്റിൽ എത്തിയത്. എന്താണ് ഈ പ്രചരണത്തിന് പിന്നിൽ? എന്താണ് ഈ ഹോട്ടലിൻ്റെ അവസ്ഥ? നമുക്കതൊന്ന് കാണാം. ഞങ്ങൾക്ക് ഇതുവരെ ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ പേരിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഭക്ഷണത്തിലായിക്കോട്ടെ വെള്ളത്തിലായിക്കോട്ടെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. വൃത്തിയായിട്ട ഭക്ഷണമോ വൃത്തിയായിട്ട വെള്ളമോ ഇവിടുന്ന് കിട്ടിയിട്ടില്ല. ആ വിശ്വാസത്തിലാണ് നമ്മൾ ഇന്നും വരുന്നത്. 2 ടാങ്ക് അടുപ്പിച്ചാണ് ആ വീഡിയോയിൽ കാണുന്നത്. പക്ഷേ ഇവിടെ 6 മൈലില്ല. ഈ ഒരു ഒമാസ് എന്ന് പറഞ്ഞ ഒരു ടീം വളർന്നു വരുന്നത് കണ്ടുകൂടാത്ത ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട്. അവരാണ് ഇത് ചെയ്യുന്നത്. ഇവർക്ക് ഇഷ്ടം പോലെ സ്ഥലം, ബേക്കറിയെല്ലാം സ്ഥലമുണ്ട്, ബേക്കറി വേസ്റ്റ് വണ്ടിക്ക് ചെയ്യുക എല്ലാം സ്ഥലമുണ്ട്. അതുകൊണ്ട് ഇവരങ്ങനെ ചെയ്യുമെന്ന് നമുക്കൊരു വിശ്വാസമില്ല. ഇതാര് വന്നു കഴിഞ്ഞാൽ എനി ടൈമിൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ വെള്ളമോ അതല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്കോ അല്ലെങ്കിൽ നമ്മുടെ STPയോ എന്ത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അതിന് യാതൊരു പ്രശ്നമില്ല. കണ്ണൂർ മേലെച്ചൊവ്വയിൽ 1 മാസം മുമ്പ് തുടങ്ങിയ ഒമാസ് റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ നിന്നുള്ള ഒരു വീഡിയോ ഉപയോഗിച്ചാണ് കൂത്തുപറമ്പ് 6 മൈലിലെ ഒമാസ് റെസ്റ്റോറൻറ്റിൽ കക്കൂസ് ടാങ്കും കുടിവെള്ള ടാങ്കും ഒന്ന് എന്ന ജനങ്ങളെ ആകെ ഭയപ്പെടുത്തുന്ന നുണ ഒരു സംഘം പ്രചരിപ്പിച്ചത്. ഈ സംഭവത്തെക്കുറിച്ച് ഒമാസ് റെസ്റ്റോറൻറ്റ് ഉടമ മുസ്തഫ പറയുന്നത് കേൾക്കുക. ഈ 6 മൈലിലെ ടാങ്ക് നിൽക്കുന്നത് ഇതിൻ്റെ 3ാം നിലയിലാണ്. ഇതിൻ്റെ സെപ്റ്റിക് ടാങ്ക് വെക്കുന്നത് ഇവിടെ തന്നെ ഈ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഇതിൻ്റെ ഫിൽറ്റർ മെഷീൻ കിടക്കുന്നത് ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ട് പോകുന്ന വെള്ളമാണ് ഇവിടെ പുറത്ത് പോകുന്നത്. അത് നമ്മൾ ഡ്രെയിനേജിലേക്ക് തുള്ളിയായിട്ട് പോകുന്നുണ്ട്. അത് കൂടാതെ ചിലപ്പോൾ നമ്മൾ ഈ ഫിൽറ്റർ ഒരു 10 ദിവസമൊക്കെ കൂടുമ്പോൾ ഫിൽറ്റർ ക്ലീൻ ചെയ്യണം. ആ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ബ്ലോക്ക് വരുമ്പോൾ അന്നേരം വരുന്ന ഓവർഫ്ലോ വെള്ളം ഇവിടുന്ന് റോഡിലേക്കോ മറ്റുള്ള സ്ഥലങ്ങളിലോ മറ്റുള്ള പറമ്പിലേക്കോ അടിച്ചിറക്കാതെ നമ്മൾ തന്നെ നമ്മുടെ സ്ഥലത്തേക്കാണ് സംസ്കരിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ ഫുള്ളായതുകൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്ത് കാലിയ ഫിൽറ്റർ ടാങ്ക് കണ്ണൂർ നമ്മുടെ ചൊവ്വക്കുള്ള പുതിയ റെസ്റ്റോറൻറ്റിലുണ്ട്. അവിടെ ഫുള്ളല്ല, ചെറിയ ടാങ്ക് വലിയ ടാങ്കാണ്, ചെറിയ വെള്ളം വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് സുഖമായിട്ട് അത് അടിക്കാം, അവിടെ അടിക്കാം എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഇവിടെ നിന്നില്ല നമ്മളെ വെള്ളം നമ്മളെ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോയി ഒഴിച്ചത്. അത് ഒഴിക്കാൻ വേണ്ടി സൈഡാക്കി വെച്ചത്. കാരണം നല്ല ക്രൗഡായിരുന്നു ആ സമയത്ത്. വണ്ടി നേരെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല. ആ ഡ്രോപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ സൈഡാക്കി വെച്ചപ്പം അതിൽ നിന്ന് അവിടെ ഉള്ള കുറച്ച് ആളുകൾ വന്നിട്ട് നമ്മൾ 5 പേരുണ്ട്. ഈ വണ്ടി ഈ വെള്ളവും അടിക്കുന്നത് വേറെ എവിടെ നിന്നുള്ള വെള്ളം അന്ന് ഇവിടെ അടിച്ചു കൊണ്ടിരുന്നത് ഇവരെ വെള്ളമല്ല, വേറെ എവിടെ നിന്നും അടിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിങ്ങനെ വിട്ടാൽ നടക്കില്ല എന്നും പറഞ്ഞിട്ട് അവിടെ ആദ്യം പ്രചരണം ഉണ്ടാക്കിയത്. ആ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഇവരെല്ലാ ടാങ്കും നോക്കി, സിമെൻറ്റ് ഇട്ടതും കോൺക്രീറ്റ് ഇട്ടതും എല്ലാ ടാങ്കും നോക്കിയിട്ട് ഈ ലാസ്റ്റ് വരുന്ന സോക്പിറ്റിൻ്റെ ലാസ്റ്റ് വരുന്ന കല്ല് മാത്രം വെച്ചിട്ടുണ്ട്. തേപ്പ് കഴിക്കാതെ ടാങ്കുണ്ട്. ആ ടാങ്കിൽ വരുന്ന വെള്ളം ആ ടാങ്ക് തുറന്നു കൊടുത്തിട്ട് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതിലാണ് ഇവർ വേസ്റ്റ് വെള്ളം അടിക്കുന്നത്, ഇത് മറ്റുള്ള അടുത്തുള്ള എല്ലാ കിണറിലേക്കും പടർന്നു പിടിക്കുന്നുണ്ട് എന്ന് അവർ പറഞ്ഞു. ഈ വന്ന ആളുകൾ അവർ പറഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്ത് കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിൽ നിന്നും അതുപോലെ തന്നെ പോലീസിൽ നിന്നും ഹെൽത്തിൽ നിന്നും കംപ്ലയിൻറ്റ് കൊടുത്ത് അവർ വന്നു, അവർ ചെക്ക് ചെയ്തു. അവർക്കൊന്നുമില്ല എന്ന് തോന്നിയതുകൊണ്ട് അവർ തിരിച്ചുപോയി. അവർ കംപ്ലയിൻറ്റ് നമുക്കൊന്നും ഇതുവരെ തന്നിട്ടില്ല. ഇപ്പോഴും അവിടെ ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കോർപ്പറേഷനിലോ അല്ലെങ്കിൽ ഹെൽത്തിലോ അതല്ലെങ്കിൽ പോലീസിലോ പോയി ചെക്ക് ചെയ്യാം. അവിടെ ഈ കംപ്ലയിൻറ്റ് കൊടുത്തത് അത് സത്യമല്ലാന്ന് തോന്നുന്നുണ്ട് അവർ തിരിച്ചു പോയി.
പക്ഷേ അത് പാസ്സായതുകൊണ്ട് രണ്ടാമത്തെ ടൈമിലാണ് കൊടുക്കുന്നത്. നമ്മൾ ഇതിലിവിടെ ഇറക്കാൻ വേണ്ടി വെച്ച വണ്ടിയിലുള്ള ആ ടാങ്കിലെ വെള്ളം നല്ല പതിയെ പൊക്കി നോക്കിയിട്ട് ഈ വെള്ളം അത് ചെറിയൊരു യെല്ലോ കളറാണ്, വേസ്റ്റ് വെള്ളമാണല്ലോ, അതിവിടെ ഇറക്കേണ്ടതാണ്, ടാങ്കിൽ ഇറക്കേണ്ട വെള്ളം. ആ വേസ്റ്റ് വെള്ളം കാണിച്ചിട്ടാണ് പറയുന്നത് ഈ വെള്ളത്തിലാണ് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്നാണ് പറഞ്ഞു വരുത്തിയിരിക്കുന്നത്. അതാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. കാരണം വെച്ചാൽ നമ്മളെ വെള്ളം ശുദ്ധമായി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. കാരണം ഇവിടെ തന്നെ നമുക്ക് 2 ബോർവെലുണ്ട്. ഈ ഹോട്ടലിന് 2 ബോർവെലുണ്ട്. കാരണം അഥവാ പെട്ടെന്ന് എന്തെങ്കിലും നിന്ന് പോയാൽ രണ്ടാമത് വർക്ക് ചെയ്യാൻ വേണ്ടി 2 ബോർവെലും ഇവിടെ ഉണ്ട്. ടാങ്കും ചെക്ക് ചെയ്യുക, എല്ലാം ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കും എപ്പോൾ എനി ടൈമിൽ വന്നിട്ട് ചെക്ക് ചെയ്യുക. 24 മണിക്കൂറും ഏകദേശം എന്ന് പറഞ്ഞാൽ രാവിലെ 8 മണിക്ക് തുറക്കുന്ന ഷോപ്പാണ്, രാത്രി 1 മണി വരെ ഇവിടെ ഷോപ്പ് തുറന്നുകൊണ്ടിരിക്കുന്ന ഷോപ്പാണ്. ആർക്കും എന്ത് സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് വന്നിട്ട് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക്. ഇപ്പോൾ 6 മൈലിലെ ഒമാസ് റെസ്റ്റോറൻറ്റിലെ ഇവിടെയാണ് ഈ കുടിവെള്ള സംഭരണി ഉള്ളത്. ഇവിടത്തേക്കാണ് കുടിവെള്ളം എത്തുന്നത്. അത് ഫിൽട്ടർ ചെയ്താണ് നമ്മുടെ ഉപഭോക്താക്കളിലേക്ക് ഇവിടെ നിന്നും എത്തുന്നത്. ആ സംവിധാനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഈ ടാങ്കിലേക്ക് വരുന്ന വെള്ളമാണിത്. ഇത് കുടിക്കാൻ പറ്റുമോ? ഇത് നമ്മളിപ്പോൾ 10-50 സ്റ്റാഫും എല്ലാം ഇത് തന്നെയാണ് കുടിക്കുന്നതും. ഇതുവരെയായിട്ട് നമ്മൾ തുടങ്ങിയ അന്ന് മുതൽ നമ്മൾ പാകം ചെയ്യുന്നതും നമ്മൾ കുടിക്കുന്നതും നമ്മൾ ഉപയോഗിക്കുന്നതും എല്ലാം ഈ വെള്ളം തന്നെയാണ്. ഇതിപ്പോൾ കുടിച്ച് കാണിച്ചു തരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഫിൽട്ടർ ചെയ്ത ഒരു സംവിധാനത്തിലോടു കൂടിയാണ് ഈ ടാങ്കിലേക്ക് തന്നെ വെള്ളം എത്തുന്നത്. ഈ ഫിൽട്ടർ സംവിധാനമൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെയുള്ള കിണറിൽ നിന്നും വരുന്ന വെള്ളം അത് ഫിൽട്ടർ ചെയ്തതിന് ശേഷമാണ് ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത്. അതിൻ്റെ വ്യക്തമായ കാര്യങ്ങളൊക്കെയാണ് ഫിൽറ്ററെല്ലാം ഫിറ്റാക്കുകയും ചെയ്യുന്നത്. കട തുടങ്ങുമ്പോൾ തന്നെ ഫിൽറ്ററെല്ലാം ഫിറ്റാക്കി എല്ലാം നല്ല ചൂടുവെള്ളമായാലും എല്ലാം നല്ല ഫിൽട്ടർ ചെയ്തിട്ടാണ് ഇവിടെ തുടങ്ങിയ അന്ന് മുതൽ കൊടുക്കുന്നത്. 6 മൈലിൽ ഒമാസ് റെസ്റ്റോറൻറ്റ് 7 വർഷമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. 6 മൈലിലെ ഈ സ്ഥാപനത്തെ ജനങ്ങൾ ഏറ്റെടുത്തതോടെ മറ്റ് 3 ഇടങ്ങളിൽ കൂടി ഒമാസ് റെസ്റ്റോറൻറ്റ് ആരംഭിച്ചു. അധികം ഹോട്ടലുകളിലൊന്നും കാണാത്ത മലിനജല ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വരെ ഇവിടെ സജ്ജമാണ്. ഇങ്ങനെ മാലിന്യം വേർതിരിക്കുന്ന വെള്ളം ഭൂഗർഭ അറയുണ്ടാക്കി അതിലേക്കാണ് വിടുന്നത്. ഈ ടാങ്ക് നിറഞ്ഞപ്പോൾ താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ ടാങ്കർ ലോറിയിലേക്ക് മാറ്റി പുതുതായി ആരംഭിച്ച മേലെ ചൊവ്വയിലെ ഒമാസിന്റെ മാലിന്യ ടാങ്കിലേക്ക് മാറ്റാൻ എത്തിച്ച ലോറിയുടെ ദൃശ്യങ്ങൾ എടുത്താണ് കക്കൂസ് ടാങ്കും കുടിവെള്ള ടാങ്കും ഒന്നാണെന്നും മലിനജലമാണ് ഭക്ഷണം പാകം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരണമുണ്ടായത്. ആർക്ക് എപ്പോൾ വേണമെങ്കിലും ഒമാസിന്റെ ഏത് ഹോട്ടലിലും വന്ന് പരിശോധന നടത്താമെന്നും കെട്ടിടത്തിന്റെ മുകളിൽ ടാങ്കുകൾ സ്ഥാപിച്ചാണ് കുടിവെള്ളം എല്ലാ സ്ഥലത്തും ശേഖരിക്കുന്നതെന്നും ഉടമ മുസ്തഫ പറയുന്നു. 90% ആളുകളും വിശ്വസിച്ചില്ല. വളരെ കുറഞ്ഞ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും വേസ്റ്റ് വെള്ളത്തിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്ന 6 മൈൽ ഒമാസിൽ നിന്ന് പറയുമ്പോൾ അതെന്തായാലും ഒരു സംശയം വരും അല്ലേ. എനിക്ക് ക്ലിയർ ആക്കേണ്ട എൻ്റെ ബാധ്യസ്ഥരാണ്. ആ ബാധ്യസ്ഥത കൊണ്ടാണ് ഞാനെന്തിനാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഇതാര് വന്നു കഴിഞ്ഞാലും എനി ടൈമിൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ വെള്ളമോ അതല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്കോ അല്ലെങ്കിൽ നമ്മുടെ STPയോ എന്ത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അതിന് യാതൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് നേരിട്ട് വിശ്വസിച്ച ആരാണോ അവർക്ക് നേരിട്ട് വരിക. ഇവിടെ ഞാനൊന്നും വേണമെന്നില്ല. ഇവിടെ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ഇവിടുത്തെ കുടിവെള്ളം എന്താണെന്നുള്ളത് നേരിട്ട് ഡയറക്റ്റ് കാണിച്ചു തരും. അതുപോലെ തന്നെ STP വർക്കും കാര്യങ്ങളും അതും കാണിച്ചു തരും, എല്ലാം കാണിച്ചു തരും. ഇത് നിങ്ങളാരും ചോദിക്കാനൊന്നും നിൽക്കില്ല ആരും. കാരണം ഏതൊരാൾ വന്നാലും ഉദ്യോഗസ്ഥന്മാർ വന്നാലെന്നല്ല, കാരണം ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർക്ക് അന്വേഷിക്കാൻ അതിനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഞാൻ പറയുകയാണ് നിങ്ങൾ എനി ടൈമിൽ വരാം. രാവിലെ 8 മണി തൊട്ട് രാത്രി 1 മണി വരെ ഷോപ്പ് തുറന്ന് പ്രവർത്തിക്കുന്ന സ്ഥാപനം ഇത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പം വന്നു കഴിഞ്ഞാലും ഈ STP സംവിധാനവും അതുപോലെ തന്നെ ഇവിടുത്തെ വെള്ളവും കുടിവെള്ളം എന്താണ് ഉപയോഗിക്കുന്നതും അത് ഫിൽട്ടർ ചെയ്തിട്ടാണോ ഉപയോഗിക്കുന്നതും എല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അത് ഇപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാം. ഇതിന് മേലെ പോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പാനൂർ പൂക്കോം എന്ന സ്ഥലത്തും ഒമാസ് റെസ്റ്റോറൻറ്റ് ആരംഭിക്കുകയാണ്. അവിടെയും കുടിവെള്ളവും മലിനജലവും ഒക്കെ സംഭരിക്കുന്നതിന് വേണ്ടിയുള്ള ടാങ്കുകളുടെ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ നടന്നു വരികയാണ്. ഏത് രീതിയിലാണ് ഒമാസ് ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നത് എന്ന് കാണാനുള്ള ഒരു വഴിയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇവിടെ പാനൂരിൽ ഈ മലിനജലം എങ്ങനെയാണ് സംഭരിക്കാൻ പോകുന്നത്, അത് ഫിൽട്ടർ ചെയ്യാൻ പോകുന്നത് എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതിനുള്ള ടാങ്കുകളൊക്കെ തന്നെ ഇവിടെ സജ്ജമായിട്ടുണ്ട്. ഉടമ മുസ്തഫ നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് ഈ സംവിധാനങ്ങളൊക്കെ എന്താണ്? ഇത് STP ആണ്. അതായത് പാനൂർ ഏകദേശം 400ഓളം സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള പാർട്ടികളുണ്ട്. ഒരു 100 സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ നല്ലതുപോലെയുള്ള വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്ലാന്റാണിത്. ഏകദേശം 50,000 ലിറ്റർ കപ്പാസിറ്റിയുള്ള പ്ലാന്റാണിത്. മലിനജലം മാത്രം, മലിനജലത്തിൻ്റെ പ്ലാന്റാണ്. കുടിവെള്ളത്തിൻ്റെ ടാങ്കും ഇതൊക്കെ മേലെയാണെന്നുള്ളത്. അതും ബോർവെൽ തന്നെയാണ് സംവിധാനം. കിണറും ഉണ്ട്, ബോർവെലുണ്ട്. കിണറുണ്ട്, ബാക്കിൽ ബോർവെലുണ്ട്. ഇതിന് നമ്മളിപ്പോൾ ഈ STPൻ്റെ പറഞ്ഞാൽ നമ്മളെല്ലാം ഇപ്പം ഓൾറെഡി വർക്ക് പൂർത്തിയായി കഴിഞ്ഞു.
ഇനി ജസ്റ്റ് ഒന്ന് ഇൻ്റർലോക്ക് കഴിച്ച് അത് വർക്ക് കഴിഞ്ഞ ഉടനെ തന്നെ ഷോപ്പും ഓപ്പൺ ആകാൻ വേണ്ടി പോവാണ്. ഇതിൽ ഞാൻ പറഞ്ഞില്ല, നമുക്ക് എതിരായിട്ട് നീങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഇത് മൊബൈലുള്ളതുകൊണ്ട് എന്തും ചെയ്യാം എന്നുള്ള ഒരു ധാരണയിൽ പലതും പടച്ചു വിടുകയാണ്. ദയവ് ചെയ്തിട്ട് ആ മൊബൈൽ കൊണ്ട് പടച്ചു വിട്ട ആൾ തന്നെ ഞങ്ങൾക്ക് വന്നിട്ടൊന്ന് ഇത് പ്രൂവ് ചെയ്ത് തരാണെങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞങ്ങൾ എടുക്കാൻ തയ്യാറാണ്. അത്രയും ഗ്യാരണ്ടിയാണ്. കാരണം നമ്മളെ ജനങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. ഒരു 8 വർഷമായിട്ട് ഞങ്ങളിവിടെ ഉള്ളതാണ്, ഈ നാട്ടിലുള്ളതാണ് 8 വർഷമായിട്ട് 6-ാം മൈലിൽ. അതുപോലെ ഈ പാനൂർ വരാനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ്. കാരണം നമ്മളിലുള്ള വിശ്വാസമാണ് നമ്മളിവിടെ എത്തിച്ചത്. അല്ലെങ്കിൽ നമ്മളൊരിക്കലും ജനങ്ങളെ വഞ്ചിച്ചിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഈ ഇതുപോലെ സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയില്ല നമുക്കൊരിക്കലും. കാരണം ഇത്രയും പൈസ മുടക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നല്ല നിലയിൽ എത്രത്തോളം അതിനെ ക്ലാരിറ്റി വരുത്തിക്കാൻ പറ്റുമോ അത്രത്തോളം ക്ലാരിറ്റി വരുത്തിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ബിസിനസ് നടത്തുന്നത്. ഒരാൾക്കും ഇന്നുവരെ ഒരു ഫുഡിൻ്റെ മുകളിൽ വേറൊരു പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഇന്നുവരെ ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. ഞങ്ങൾ ഒറിജിനലായിട്ട് നമുക്ക് എന്തൊക്കെ സത്യസന്ധമായിട്ട് ചെയ്യാൻ പറ്റുമോ അത് സത്യസന്ധമായിട്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ STP അടക്കം. കാരണം ഇവിടെ ഫിൽറ്ററിംഗ് സംവിധാനം കൂടി ഒരുങ്ങുന്നുണ്ട്. എല്ലാം ഉണ്ട്. അതിൻ്റെ ഫിൽറ്ററിൻ്റെ സംവിധാനമാണ് അവിടെ കിടക്കുന്നത്. ഇത് ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ വർക്ക് ഇത് തുടങ്ങിക്കഴിഞ്ഞു. ഇത് ഈ പ്ലാന്റിലെ വർക്ക് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിവിടെ ഇത് ഈ വേസ്റ്റ് വെള്ളം ഇതിൻ്റെ ഏരിയേഷൻ നടക്കുകയാണ്. ഈ വേസ്റ്റ് വെള്ളമാണിത്. നിങ്ങൾ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും. അതാ വെള്ളം അത് ഫുള്ള് ഫിൽട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ലോഡ് ക്ലിയർ ആയതിനു ശേഷം മാത്രം ഇത് തുറക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മളിത് വെള്ളം ഇതെന്ത് ചെയ്യണം, ഇതിനെ ഫിൽറ്റർ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം നമ്മൾ നല്ല വെള്ളം ഇറക്കിയിട്ട് അതിനെ കെമിക്കലിട്ട് ഒക്കെ ക്ലിയറാക്കി കൊണ്ടുവരണം. അതിന് ശേഷം മാത്രമേ നമ്മുടെ ഷോപ്പ് തുറക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്ന ആ സാധനങ്ങളൊക്കെ അതിൻ്റെ ഫിൽറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങളൊക്കെയാണ് അവിടത്തേക്ക് ഉള്ളത്. ഇതാണ് ഈ മലിനജലം അത് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയ ഫിൽറ്ററിംഗ് സംവിധാനം അല്ലേ? ഇത് ഇപ്പം നമ്മൾ ഫിൽട്രേഷൻ്റെ STPയുടെ ഫിൽറ്ററും അതിൻ്റെ ഇലക്ട്രിക്കൽ സംവിധാനമാണിത്. ഇതിൽ നിന്ന് നമ്മളിതില്ല ഈ വെള്ളം ശുദ്ധീകരിച്ച് ഇപ്പം നമ്മൾ കാണിച്ച വെള്ളം കുറച്ച് മുമ്പ് കാണിച്ച ആ വെള്ളം ശുദ്ധീകരിച്ച് ഇതിൽ നിന്ന് നമുക്കെന്തില്ല ക്ലിയർ വെള്ളമായിട്ട് നമുക്ക് പുറത്ത് തള്ളാൻ പറ്റും. 40 ലക്ഷം രൂപ ചെലവിലാണ് ഇവിടെ അത്യാധുനികമായ മാലിന്യ സംസ്കരണ സംവിധാനം ഒമാസ് ഒരുക്കുന്നത്. ഇത്രയും ശരിക്കും എനിക്കറിയില്ല. കാരണം ഒരു റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ ഇവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ ഇത്രയും വലിയ ഫിൽറ്ററും കാര്യങ്ങളും 50,000 ലിറ്റർ കപ്പാസിറ്റിയിലും ഒരു ഫിൽറ്റർ STP ചെയ്യുന്നുണ്ടെന്നുള്ള എനിക്കറിയില്ല. കാരണം എൻ്റെ അറിവിൽ എവിടെയും വന്നിട്ടില്ല. ഒരു 10,000, 15,000, 20,000 ആണ് എല്ലാവരും ചെയ്യൽ. പക്ഷേ നമുക്കൊരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടി, നമുക്ക് അനുഭവത്തിലുള്ളത് കൊണ്ട് നമുക്കൊരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും ക്ലിയറായിട്ട്. ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ജനങ്ങളുടെ സുരക്ഷ തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. കാരണം നമുക്ക് ജനങ്ങൾക്കൊരു വേറൊരു ബുദ്ധിമുട്ട് വരുത്തിച്ചിട്ട് നമ്മൾക്കൊരു ഭക്ഷണം കൊടുക്കുക അല്ല അവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളൊരു ധാരണ നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും പൈസ നോക്കാതെ, കാരണം ഇതിപ്പോൾ ഒരു STPയുടെ വർക്ക് മാത്രം ചെയ്യണമെങ്കിൽ 40 ലക്ഷം ഉറുപ്പിക വേണം. ഈ STPയുടെ വർക്ക് മാത്രം ഈ ഫിൽറ്ററും നമ്മൾ ഈ കണ്ട ടാങ്കും സംവിധാനം ചെയ്യുന്നത് 40 ലക്ഷം ഉറുപ്പികയാണ്. ആ 40 ലക്ഷം ഉറുപ്പികയും കൊടുത്ത് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കൊരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്കെതിരായിട്ട് തിരിയുന്ന ആരുണ്ടെങ്കിൽ അവർ നിങ്ങൾ വന്നിട്ട് ഒന്ന് പ്രൂവ് ചെയ്ത് തരിക. നമ്മൾ ഈ വെള്ളം കൊണ്ടാണോ ഭക്ഷണം ഉണ്ടാക്കുന്നത് അല്ല മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ ഒന്ന് നമുക്ക് തെളിച്ചു തരണമെങ്കിൽ അത്രയും സന്തോഷമേ ഉള്ളൂ. ഒമാസിൽ നിന്ന് ഭക്ഷണം കഴിച്ച് നിരവധി പേർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റു എന്ന വ്യാജ പ്രചരണവും ചിലർ അഴിച്ചുവിട്ടു. അത്തരമൊരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നും മാനേജ്മെന്റ് പ്രതിനിധിയായ റസാഖ്. എന്താണ് പറയുക, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ സങ്കടപ്പെടാന്നല്ലാതെ ജനങ്ങൾ ആശുപത്രി അതിൻ്റെ വലിയ മുൻനിര ചാനലുകളിൽ ഇത് ഒരു വാർത്തയിൽ വരില്ലേ? ഈ ഹോട്ടലിൻ്റെ അവസ്ഥ എത്രത്തോളം ദയനീയമാണെന്ന് നോക്കിക്കോട്ടെ. അപ്പോൾ ഈ രീതിയിലൊക്കെ വ്യാജമായിട്ട് ഒരു സ്ഥാപനത്തെ അങ്ങേയറ്റം നശിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ പച്ചയായിട്ടുള്ള കള്ളവ് അതാണ് ഇവിടെ പ്രചരിപ്പിച്ചിരുന്നില്ല. നോർമലി പല ഇഷ്യൂസൊക്കെ നമ്മളിപ്പോൾ ചില തമാശയൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ടാവും. ഈ രീതിയിൽ ആൾക്കാർ വിഷബാധ ഏറ്റൊരു ഹോസ്പിറ്റലാണെന്നുള്ളതും ഈ കുടിവെള്ള ടാങ്കും ഈ വേസ്റ്റ് വെച്ച് ടാങ്കും ഒരുമിച്ചിട്ടാണെന്നുള്ള വലിയ കള്ളമൊന്നും പറഞ്ഞിട്ട് എന്താ വേണ്ട സ്ഥാപനത്തെ അങ്ങനെ ഇല്ലായ്മ ചെയ്യരുതെന്നുള്ള മാത്രമേ നമുക്ക് റിക്വസ്റ്റായിട്ട് പറയാനുള്ളൂ. വ്യാജ പ്രചരണത്തിനെതിരെ കണ്ണൂർ ടൗൺ പോലീസ് ഒമാസ് മാനേജ്മെന്റ് പരാതി നൽകിയിട്ടുണ്ട്. വ്യാജ പ്രചരണത്തിലൂടെ ഒരു സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിച്ചവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകണമെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇത്തരം വ്യാജ പ്രചരണം അഴിച്ചുവിടുന്നവർ തങ്ങളുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന 300-ലധികം തൊഴിലാളികളെയും അവരുടെ കുടുംബങ്ങളെയും കൂടി ഓർക്കണമെന്നും മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. ഒമാസ് ഹോട്ടലിൽ ഇത്തരം വൃത്തിഹീനമായ ഒരു അന്തരീക്ഷം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് ഭക്ഷണം കഴിക്കാനെത്തിയവരും സാക്ഷ്യപ്പെടുത്തി. ഈ ഒമാസ് ഹോട്ടലിൽ ഞങ്ങൾ ഇന്നലെയല്ല കുറച്ച് നാളുകളായിട്ട് വർഷങ്ങളായിട്ട് വരുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഇതുവരെ ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ പേരിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഭക്ഷണത്തിലായിക്കോട്ടെ വെള്ളത്തിലായിക്കോട്ടെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇതിനിടയ്ക്ക് കുറച്ച് വീഡിയോ ഒക്കെ കാണാൻ വഴിയുണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം ഞങ്ങളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ ഹോട്ടലിൽ വരുന്നത്. ഇന്ന് വരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവിശ്വാസ കുറവോ നമുക്കൊരു വൃത്തിയായിട്ട ഭക്ഷണമോ വൃത്തിയായിട്ട വെള്ളമോ ഇവിടുന്ന് കിട്ടിയിട്ടില്ല. ആ വിശ്വാസത്തിലാണ് നമ്മൾ ഇന്നും വരുന്നത്. ഇവിടെ 6-ാം മൈൽ
അങ്ങനെ സംഭവിച്ചില്ല. ആ ടാങ്കിൻ്റെ തമ്മിൽ വ്യത്യാസമുണ്ട്. 2 ടാങ്ക് അടുപ്പിച്ചാണ് ആ വീഡിയോയിൽ കാണുന്നത്. പക്ഷേങ്കിൽ ഇവിടെ 6 മൈലില്ല. ഇത് എൻ്റെ സുഹൃത്ത് എൻ്റെ അടുത്ത് അയച്ചപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ സ്പോട്ട് ആ സമയത്ത് ഞാൻ അവനോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഒമാസ് അല്ല. ഞാൻ തീർത്ത് പറഞ്ഞു. കാരണം വെച്ചാൽ നമ്മുടെ സമൂഹത്തിനെ ഞാൻ തിരിച്ചറിഞ്ഞ വ്യക്തിയാണ്. കാരണം വെച്ചാൽ ഈ നെഗറ്റീവിനെ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്ന ടീമാണ് നമ്മുടെ സമൂഹം. ഞാൻ ആ സ്പോട്ട് പറഞ്ഞു ഇത് ഒമാസ് അല്ല. കാരണം വെച്ചാൽ 6 മൈലല്ല. ഞാൻ പറഞ്ഞു ഇത് ഒമാസ് എന്ന് പറഞ്ഞാൽ 6 മൈലല്ല. ഞാൻ തീർത്ത് അവനോട് പറഞ്ഞ ഒരു രാത്രി പറഞ്ഞ വ്യക്തിയാണ്. കാരണം ഇതങ്ങനെയല്ല. കാരണം വെച്ചാൽ ഈ ഒരു ഒമാസ് എന്ന് പറഞ്ഞ ഒരു ടീം വളർന്നു വരുന്നത് കണ്ടുകൂടാത്ത ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട്. അവരാണ് ഇത് ചെയ്യുന്നത്, വേറൊന്നുമില്ല. കാരണം ആ വീടിന് താഴെ ആ ഒരു ഓടി ഓടുന്ന ആൾക്കാരാണ് അതിൻ്റെ പിന്നിൽ. ഇവർക്ക് ഇഷ്ടം പോലെ സ്ഥലം, ബേക്കലെല്ലാം സ്ഥലമുണ്ട്, ബേക്കൽ വേസ്റ്റ് വണ്ടിക്ക് ചെയ്യുക എല്ലാം സ്ഥലമുണ്ട്. അതുകൊണ്ട് ഇവരങ്ങനെ ചെയ്യുമെന്ന് നമുക്കൊരു വിശ്വാസമില്ല. പലതരത്തിലും പല ആൾക്കാരും പലതും പറയും. പക്ഷേ നമ്മൾ കണ്ട കാഴ്ചയിൽ വളരെ ഇപ്പം നമ്മൾ കഴിച്ച നല്ല കണ്ടീഷനാണ്. മേലെ ചൊവ്വയിൽ ടാങ്കർ ലോറി ഒരു സംഘം തടഞ്ഞപ്പോൾ പോലീസും കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗവും സ്ഥലത്ത് എത്തിയിരുന്നു. കുടിവെള്ളവും കക്കൂസ് ടാങ്കും ഒന്ന് എന്ന പ്രചരണം ഔദ്യോഗിക സംവിധാനങ്ങളും തള്ളുകയാണ്. അങ്ങനെ കണ്ടെത്തിയാൽ പിന്നെ ആ ഹോട്ടൽ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കുമോ എന്നാണ് അവരുടെയും ചോദ്യം. ഒരു ഹോട്ടൽ വ്യവസായം എന്നതിനപ്പുറം നിരവധി പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു സംരംഭം കൂടിയാണിത്. ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഏത് സംരംഭങ്ങളെയും നമുക്ക് തകർത്തെറിയാൻ കഴിയും. അതിനെതിരെ അപവാദങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയും. പക്ഷേ ഒരു സ്ഥാപനം കെട്ടിപ്പൊക്കുക എന്നത് ഏറെ ശ്രമകരമാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ വഴി ഒരു സ്ഥാപനത്തെ തകർക്കുക എന്നത് ശരിയായ നടപടിയല്ല. നമ്മൾ കൂത്തുപറമ്പിലും പാനൂരും കണ്ണൂരിലുമൊക്കെ ഈ ഒമാസ് ഹോട്ടലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് എത്തിയത്. സത്യം ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത്. വളരെ നല്ല രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെന്ന് വ്യക്തം. ആർക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് കാര്യങ്ങൾ നോക്കാം എന്ന് ഇതിൻ്റെ ഉടമകൾ തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഈ ഹോട്ടലുകളിൽ പരിശോധന നടത്തി. ഒരു നിയമലംഘനവും കണ്ടെത്തിയിട്ടുമില്ല. വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നിയമ പോരാട്ടം തുടരുകയാണ് ഈ ഹോട്ടൽ ഉടമകൾ. കൂത്തുപറമ്പിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.